അങ്ങനെ ഇതാ വാട്സാപ്പിലും ഡയൽ പാടുള്ള ഡയലർ വന്നു കഴിഞ്ഞു. നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് കരുതുന്നു. ആൻഡ്രോയിഡിലും ഐഫോണിലും ഈ ഒരു ഫീച്ചർ എത്തിയിട്ടുണ്ട്. ഒരുപാട് ഗുണങ്ങളാണ് നമുക്ക് ഇതുകൊണ്ടുള്ളത്. ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഡയലർ ഉപയോഗിക്കുന്നത് പോലെ കോൾ ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ടാമത്തെ ഗുണം, നമുക്കിപ്പോൾ ഒരു നമ്പർ എൻ്റർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡയൽ ചെയ്തുകൊണ്ട് ഇതിൽ വാട്സാപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. മൂന്നാമത്തത്, നമുക്കിപ്പോൾ ഒരാളുടെ നമ്പർ സേവ് ചെയ്യണ്ട, സേവ് ചെയ്യാതെ അദ്ദേഹത്തിന് കോൾ ചെയ്യണം, മെസ്സേജ് അയക്കണം, ലൊക്കേഷൻ അയക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഡയൽ പാഡിലൂടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സാധാരണ കോൾ ചെയ്യുന്നതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്, അതൊക്കെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും നല്ല അടിപൊളി ഫീച്ചർ തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കാം, എന്തൊക്കെയാണ് ഇതിൽ അടങ്ങിയിട്ടുള്ള രഹസ്യങ്ങൾ എന്നൊക്കെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ടു മനസ്സിലാക്കാം. ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്കതിനായിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് താഴെ ഇവിടെ കോളിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ആദ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് തൊട്ട് മുകളിൽ തന്നെ ഒരു കോളിൻ്റെ പ്ലസ് ഐക്കണോട് കൂടി ഒരു ഗ്രീൻ കളർ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കണ്ടോ കോൾ എ നമ്പർ എന്ന ഭാഗം, അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഡയൽ പാഡ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ ഒരു നമ്പർ ഇവിടെ ഡയൽ ചെയ്യാണ്. നമ്പർ ഇതുപോലെ ഡയൽ ചെയ്ത ഉടനെ തന്നെ ഇദ്ദേഹം നമ്മുടെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആളാണോ അല്ലേ എന്ന് വളരെ വ്യക്തമായിട്ട് പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്പർ ഡയൽ ചെയ്തിട്ടുണ്ട്, കണ്ടോ ഇദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ഇദ്ദേഹം എൻ്റെ കോൺടാക്റ്റ് ലിസ്റ്റിലുള്ള ആളാണ്. ഇനി നമ്മൾ കോൾ ചെയ്യുമ്പോൾ ഇത് നേരെ വാട്സപ്പ് കോളിലേക്കാണ് പോവുക. അപ്പോൾ നോർമൽ കോൾ ഇദ്ദേഹത്തിന് ചെയ്യാൻ എന്ത് ചെയ്യണം? അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു ട്രിക്ക്, അതായത് ഇദ്ദേഹത്തിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്ത ഉടനെ, ഞാനിപ്പോൾ ലാസ്റ്റ് നമ്പർ മായ്ച്ചു, വീണ്ടും ആ നമ്പർ എൻ്റർ ചെയ്ത ഉടനെ തന്നെ നമ്മൾ കോൾ ബട്ടൺ അമർത്തുക. അപ്പോൾ ആ പേര് കുറച്ച് കഴിഞ്ഞിട്ടാണ് വരിക. പേര് വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് കോളാണ് പോവുക. അത് വരുന്നതിന് മുമ്പേ നിങ്ങൾ കോൾ ബട്ടൺ അമർത്തണം. അപ്പോൾ ഇതുപോലെ ഡയലർ നിങ്ങൾക്ക് ഓപ്പൺ ആക്കിയിട്ട് നോർമൽ കോൾ ചെയ്യാൻ സാധിക്കും. കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഓക്കെ, ലാസ്റ്റ് നമ്പർ ജസ്റ്റ് ഒന്ന് മായ്ച്ചിട്ട് അത് തന്നെ ടൈപ്പ് ചെയ്തിട്ട് ഉടനെ നിങ്ങൾ കോൾ ചെയ്താൽ മതി. ഇനി നിങ്ങൾ സേവ് ചെയ്യാത്ത ഒരു നമ്പർ, അതിൽ വാട്സപ്പ് ഉണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇപ്പോൾ ഞാനിപ്പോൾ സേവ് ചെയ്യാത്ത ഒരു നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ടൈപ്പ് ചെയ്ത ഉടനെ അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ കാണിക്കില്ല, പക്ഷേ ഓൺ വാട്സാപ്പ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന് വാട്സാപ്പ് ഉണ്ട്. ഇനി ഈ നമ്പർ നമുക്ക് സേവ് ചെയ്യാതെ തന്നെ ഇദ്ദേഹമായിട്ട് എങ്ങനെ കോൾ ചെയ്യാൻ സാധിക്കും? വീഡിയോ കോൾ ചെയ്യാൻ സാധിക്കും, മെസ്സേജുകൾ അയക്കാൻ സാധിക്കും. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതായി ഇവിടെ താഴെ ഡയൽ പാഡിൻ്റെ താഴെ ഇടതുവശത്ത് ഒരു മെസ്സേജിൻ്റെ ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് ഇദ്ദേഹത്തെ സേവ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്യാം, ലൊക്കേഷൻ അയക്കാം, ഫോട്ടോസും വീഡിയോസും ഒക്കെ കൈമാറാം, വീഡിയോ കോൾ ചെയ്യാം. എല്ലാ കാര്യങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇനി ഇദ്ദേഹത്തെ നമുക്ക് കോൺടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്യണം. ഇവിടെ തന്നെ പ്ലസ് ഐക്കൺ ഉണ്ട്, അവിടെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് യഥേഷ്ടം ഇദ്ദേഹത്തെ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ലിസ്റ്റിൽ സേവ് ചെയ്യാനും സാധിക്കും. ഇനി ഐഫോണിൽ എവിടെയാണ് ഈ ഓപ്ഷൻ വന്നിട്ടുള്ളത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഞാനിപ്പോൾ ഐഫോൺ എടുക്കുകയാണ്. ഇവിടെ വാട്സാപ്പ് ഓപ്പൺ ചെയ്തു. ഇപ്പോൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സാധാരണ കോൾ ചെയ്യുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വലതുവശത്ത് മുകളിൽ ഒരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും കോൾ എ നമ്പർ എന്ന ഭാഗം. അവിടെ ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് അതേ ഡയലർ കാണാൻ സാധിക്കും. ഇവിടെയും നേരത്തെ കാണിച്ച അതേ ഓപ്ഷനുകളൊക്കെ തന്നെ നമുക്ക് എടുക്കാനും സാധിക്കും. വളരെ നല്ല ഒരു അപ്ഡേറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.